ചേന കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മാങ്ങ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓയിലിനകത്തോട്ട് സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചേനയൊക്കെ അരിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ചൊറിയാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ചെത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ തോൽ ഒരല്പം കട്ടിയോടുകൂടി എടുത്ത് തീക്കകത്തോട്ട് ഇട്ടാൽ മതി. അത് ചൂടാവുമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ ചൊറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. അത് മൂത്ത് തുടങ്ങി. ഇനി അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണം ഇട്ട് കൊടുക്കാം. ചേനയും ക്യാരറ്റും എല്ലാം കൂടെ നമ്മൾ വേവിച്ചില്ലേ, അത് ഇട്ട് കൊടുക്കാം. മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് ചേന വെച്ച്. ആ മസാലകളുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ദേ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മെഴുക്ക് വരട്ടി റെഡിയായി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫ്ലാക്സ് സീഡ്സ് ഒക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ചേന ഇതേപോലെ മാങ്ങയും ക്യാരറ്റും ഫ്ലാക്സ് സീഡ്സും ഒക്കെ ഇട്ട് ഒന്ന് മെഴുക്ക് വരട്ടി എടുക്കുക. ഏത് ആഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ്. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സൈഡ് ഡിഷ്. റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ്.